ഹലോ മക്കളെ, CUT എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എല്ലാവരും തുടങ്ങിയിട്ടുണ്ട്. എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം? പ്ലസ് ടുവിന് നമ്മൾ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണോ നമ്മൾ പഠിക്കേണ്ടത്? അങ്ങനെ കുറെ കൺസേൺസ് നമുക്ക് ഉണ്ടാവും. എന്നാൽ അത്തരത്തിലുള്ള ചിന്തകളുടെ ഒന്നും ആവശ്യമില്ല. ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് എന്താണ് CUTക്ക് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം, എന്തൊക്കെ ടോപ്പിക് നമ്മൾ കവർ ചെയ്യണം, അതാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 13 ചാപ്റ്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഡിലീറ്റഡ് ചാപ്റ്റർ അടക്കം 13 ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ അതിമനോഹരമായിട്ട് പഠിച്ചതാണ് നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ്. അതിന്റെ കൺസെപ്റ്റ്, ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ് എല്ലാ ചാപ്റ്റേഴ്സിലും ഇതുണ്ടാവും. ആൻഡ് അഗെയിൻ നേച്ചർ ഓഫ് മാനേജ്മെന്റ്, ലെവൽസ് ഓഫ് മാനേജ്മെന്റ്, മാനേജ്മെന്റ് ഫങ്ഷൻസ്, ഇത് ഓരോ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ആൻഡ് കോർഡിനേഷൻ എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് നേച്ചർ. രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന്റെ മീനിങ്, നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ്. എഗെയിൻ രണ്ടാൾക്കാർ പ്രപ്പോസ് ചെയ്ത പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. ആരൊക്കെയാണ്? ഫെയോളും ടെയ്ലറും. ആൻഡ് ടെയ്ലറിന്റെ കേസിൽ വരുന്ന സമയത്ത് പ്രിൻസിപ്പിൾസ് മാത്രമല്ല സയന്റിഫിക് ടെക്നിക്സ് കൂടി നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. തേർഡ് ചാപ്റ്റർ നമ്മുടെ ബിസിനസ് എൻവയോൺമെന്റ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. വളരെ കുഞ്ഞു ചാപ്റ്റർ ആണ് അല്ലെ. എഗെയിൻ ബിസിനസ് എൻവയോൺമെന്റ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, ബിസിനസ് എൻവയോൺമെന്റിന്റെ ഡയമെൻഷൻസ് ലൈക്ക് എക്കണോമിക് എൻവയോൺമെന്റ്, സോഷ്യൽ, ടെക്നിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയോൺമെന്റ്, അതിന്റെ എക്സാമ്പിൾസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പല തവണയായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അത്രയും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ CUT എക്സാമിന്. ആൻഡ് അഗെയിൻ എക്കണോമിക് എൻവയോൺമെന്റ്, ഇന്ത്യയുടെ എക്കണോമിക് എൻവയോൺമെന്റ്, അതുപോലെ ഗവൺമെന്റിന്റെ പോളിസീസ് എന്തൊക്കെ ഇമ്പാക്റ്റ് ആണ് നമ്മുടെ എക്കണോമിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സ്പെഷ്യലി നമ്മൾ നോക്കുന്നത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷന്റെ കേസാണ്. ആൻഡ് നാലാമത്തെ ചാപ്റ്റർ നമ്മൾ മാനേജ്മെന്റ് ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. ദാറ്റ് ഈസ് പ്ലാനിങ്. അതിന്റെ ഫീച്ചേഴ്സ്, മീനിങ്, ഇമ്പോർട്ടൻസ്, ലിമിറ്റേഷൻസ് എക്സെട്ര. ആൻഡ് അഗെയിൻ പ്ലാനിങ് പ്രോസസ് എന്താണ്, എത്ര ടൈപ്സ് ഓഫ് പ്ലാൻസ് ആണ് നമുക്കുള്ളത്, അതിലും എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. വളരെ നന്നായിട്ട് നമ്മൾ ആ ചാപ്റ്റർ പഠിക്കണം. ഇനിയുള്ളത് ഓർഗനൈസിങ് ആണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. ഓർഗനൈസിങ്ങിന്റെ മീനിങ്, അതിന്റെ ഇമ്പോർട്ടൻസ്, ഓർഗനൈസിങ്ങിന്റെ സ്റ്റെപ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്, ഫങ്ഷണൽ സ്ട്രക്ചർ ആൻഡ് ഡിവിഷണൽ സ്ട്രക്ചർ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ഡെലിഗേഷൻ എന്താണ്, ഡീസെൻട്രലൈസേഷൻ എന്താണ്, ഈ പറയുന്ന ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ 5ാമത്തെ ചാപ്റ്ററിൽ കവർ ചെയ്യും. നമ്മൾ ഇനി 6ാമത്തെ ചാപ്റ്ററിലേക്കാണ് പോകുന്നതെങ്കിലോ, സ്റ്റാഫിംഗ്, അതിന്റെ മീനിങ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. ആൻഡ് അഗെയിൻ സ്റ്റാഫിംഗ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അത് വളരെ ചെറിയൊരു ടോപ്പിക് ആണ്. അതിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. സോ നമുക്കത് ഈ ചാപ്റ്ററിൽ നിന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണ്. നൗ സ്റ്റെപ്സ് ഇൻ ദ സ്റ്റാഫിംഗ് പ്രോസസ്. വളരെ സിമ്പിൾ ആണല്ലോ. റിക്രൂട്ട്മെന്റ് എന്താണ്, സെലക്ഷൻ എന്താണ്. അഗൈൻ സെലക്ഷനിലും എന്ത് വരുന്നുണ്ട്, പ്രോസസ്സ് വരുന്നുണ്ട് അല്ലെ. സ്റ്റാഫിങ്ങിലെ പോലെ തന്നെ സെലക്ഷനിലും പല പ്രോസസ്സുകൾ വരുന്നുണ്ട്. പലതരത്തിലുള്ള ടെസ്റ്റുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രെയിനിങ് എന്താണ്, ഡെവലപ്മെന്റ് എന്താണ്. ആൻഡ് അഗെയിൻ നമുക്ക് എന്തുണ്ട്, എഡ്യൂക്കേഷൻ കൂടിയുണ്ട്. ട്രെയിനിങ്, ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ, എന്തൊക്കെ തരത്തിൽ നമ്മൾ ആൾക്കാർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അതിന്റെ മെത്തേഡ്, ഇന്റേണൽ ട്രെയിനിങ്ങും എക്സ്റ്റേണൽ ട്രെയിനിങ്ങും ഉണ്ട് അല്ലെ. അതിൽ തന്നെ കുറെ കാറ്റഗറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ നമ്മുടെ CUTക്ക് വേണ്ടിയിട്ട് വീണ്ടും പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? ഇതിൽ നിന്നും എന്ത് രീതിയിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ഞാൻ ചെയ്യും, ആ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടാവണം. 7ാമത്തെ ചാപ്റ്റർ ഡയറക്റ്റിംഗ് ആണ്. എഗെയിൻ ഡയറക്റ്റിംഗ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ്, എലമെന്റ്സ് ഓഫ് ഡയറക്ഷൻ ആണ് ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഈസ് സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓരോ ടോപ്പിക്കിലും സബ് പോയിന്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ മോട്ടിവേഷനിൽ നമുക്ക് കാണാം അല്ലെ, എന്ത്, മാസ്ലോയുടെ നീഡ് ഹെറാർക്കി തിയറി, ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ്, ലീഡർഷിപ്പിന്റെ മീനിങ്, ഇമ്പോർട്ടൻസ്, ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ലീഡർ. കമ്മ്യൂണിക്കേഷന്റെ കേസ് വരുന്ന സമയത്തോ എഗെയിൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ, കമ്മ്യൂണിക്കേഷനിൽ വരാൻ സാധ്യതയുള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണ്, ആൻഡ് അഗെയിൻ കമ്മ്യൂണിക്കേഷൻ എന്താണ് എന്നുള്ളത്. വളരെ സിമ്പിൾ അല്ല, കുറച്ച് ലെങ്തി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകൾ. ഇനിയുള്ളത് കൺട്രോളിംഗ് ആണ്. കൺട്രോളിംഗിൽ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്കറിയാം, വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്. മീനിങ് ആൻഡ് ഇമ്പോർട്ടൻസ്. പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിൽ എന്തൊക്കെയോ റിലേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. നമുക്കൊരു കണക്ഷൻ കിട്ടുന്നുണ്ട്. ആ റിലേഷൻ എന്തൊക്കെയാണെന്നുള്ളത് വളരെ പ്രോപ്പറായിട്ട് നമ്മൾ പഠിക്കണം. അത് കഴിഞ്ഞ് പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്. എഗെയിൻ
കൺട്രോളിങ്ങിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണ്, കൺട്രോളിങ് ടെക്നിക്സ്, ഡിലീറ്റഡ് പോർഷൻ ആയിരുന്നു അല്ലേ, അത് തിരിച്ചു വന്നിട്ടുണ്ട്. കൺട്രോളിങ് ടെക്നിക്സ് നമ്മൾ പഠിക്കണം. ഇനിയുള്ളത് ബിസിനസ് ഫിനാൻസ് ആണ്. ബിസിനസ് ഫിനാൻസ് അത്യാവശ്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു, ഇപ്പോഴല്ലല്ലോ, ആയിരുന്നു. സോ അതിലെ കാര്യങ്ങൾ നമ്മൾ വീണ്ടും റീകളക്ട് ചെയ്യുന്ന സമയത്ത് CUT-യിലേക്ക് നമുക്ക് എന്തൊക്കെ വേണം? ബിസിനസ് ഫിനാൻസിങ്ങിന്റെ മീനിങ്, റോൾ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണ്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എന്താണ്, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഫിക്സ്ഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് ഫിനാൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലേക്ക് പോവാം. ഓക്കെ, ഫിക്സ്ഡ് ക്യാപിറ്റൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്താണ്, അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ആൻഡ് അഗൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിനാൻസിങ് ഡിസിഷൻസിനെ കുറിച്ചിട്ട് അല്ലേ. ഈ ഫിനാൻസിങ് ഡിസിഷനിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഓഫ് കോഴ്സ് എന്തൊക്കെയാണ്? നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ, യെസ്, ഫൈനലി ഡിവിഡൻഡ് ഡിസിഷൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ 8ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലേക്ക് നമ്മൾ പോകും. അത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണ്. പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്തൊക്കെയാ? എന്താണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്, അതിന്റെ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്, അവിടെ വരുന്ന പ്രൈമറി ആൻഡ് സെക്കൻഡറി മാർക്കറ്റ് എന്താണ്, ഈ ക്യാപിറ്റൽ മാർക്കറ്റും മണി മാർക്കറ്റും തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, NSE, BSE എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. എന്താണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള OCTEI എന്താണ്, ട്രേഡിംഗ് പ്രൊസീജിയേഴ്സ് എന്താണ്, ഇതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, NSEI എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ആൻഡ് അഗൈൻ NSE ഉണ്ട്, BSE ഉണ്ട്. ഓക്കെ, നൗ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, SEBI എന്താണ്, ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മാർക്കറ്റിംഗിലേക്ക് നമുക്ക് വരാം. ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് മാർക്കറ്റിംഗ് അല്ലേ. മാർക്കറ്റിംഗ് എന്താണ്, മാർക്കറ്റിംഗും സെല്ലിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, മാർക്കറ്റിംഗ് മിക്സ് എന്താണ്, എന്തൊക്കെയാണ്, പ്രോഡക്റ്റ്, പ്ലേസ്, ദെൻ പ്രൊമോഷൻ, പ്രൈസ്. ഈ 4 കൺസെപ്റ്റ് ആണുള്ളത്. അതിന്റെ സബ് പോയിന്റ്സും നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കും. ഇനിയുള്ളത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ റൈറ്റ്സ് ഉണ്ട്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ചെയ്യാം. കൺസ്യൂമർ ഓർഗനൈസേഷൻസ്, NGOs, ഇവരുടെയൊക്കെ റോൾ എന്തൊക്കെയാണ്. ആൻഡ് ഫൈനലി നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആണ്. എന്താണ് ഈ ഒരു കൺസെപ്റ്റ്, ഇതിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, ഇതിന്റെ ആവശ്യകത എന്തൊക്കെയാണ്, ആൻഡ് ഈ ഓൺടർപ്രണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ കോമ്പിറ്റൻസീസ് അവർക്ക് വേണം, ഈ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റിന്റെ എൻ്റയർ പ്രോസസ് എന്തൊക്കെയാണ്, ഓൺടർപ്രണറിയൽ വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്സ്, മോട്ടിവേഷന്റെ മീനിങ് ആൻഡ് കൺസെപ്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ CUETക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ബിസിനസ് പഠിപ്പിക്കാൻ ഉണ്ടാവും. നിങ്ങൾ എന്നെ സഹിച്ചേ പറ്റൂ. നിങ്ങൾ നന്നായിട്ട് എൻ്റെ കൂടെ ഉണ്ടാവണം പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ 2 ആളും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്ക് എജുപോർട്ടിനൊപ്പം നമ്മുടെ CUET എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് പഠിച്ചോളുക. ബൈ.